പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും മലയാളത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയാണ്. അതുകൊണ്ട് വെക്കേഷനും തുടങ്ങുകയാണ്. പുതിയ പാഠഭാഗങ്ങളൊന്നും തൽക്കാലം വെക്കേഷന് മുൻപ് തുടങ്ങുന്നില്ല. നമ്മൾ പഠിച്ചു നിർത്തിയ മലയാളം എന്ന കവിതയുടെ പാഠ്യപ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ എളുപ്പമുള്ള പഠന പ്രവർത്തനങ്ങളാണ്. ഇത് തനിയെ തന്നെ ചെയ്യണം. പക്ഷേ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത പ്രവർത്തനങ്ങൾ ഞാൻ നോട്ടായിട്ട് തരുന്നുണ്ട്. എല്ലാം നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. പുസ്തകത്തിൽ പാഠം കഴിഞ്ഞുള്ള പഠന പ്രവർത്തനത്തിൽ ആദ്യത്തേത് കണ്ടെത്താം. കണ്ടെത്താം എന്നതിൽ 3 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. 1, മേഘങ്ങളാൽ ഉടുപ്പിട്ടിരിക്കുന്നത് ആരെല്ലാമാണ്? 2, ആറുകൾ പോകുന്നത് എങ്ങനെയെന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്? 3, തോപ്പിലെ ഏതെല്ലാം വൃക്ഷങ്ങളെക്കുറിച്ചാണ് കവിതയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്? നിങ്ങൾ ആ കവിത 3-4 പ്രാവശ്യം വായിക്കുക. 5-ാമത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ ഓരോ വരിയും ശ്രദ്ധിക്കുക. 6-ാമത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം വായിച്ചതിന് ശേഷം വീണ്ടും കവിതയിലൂടെ വരിക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിരിക്കും. ഇത് തനിയെ തന്നെ എഴുതേണ്ടതാണ്. ഞാൻ ഒരു സൂചന പോലും അതിനകത്ത് തരാൻ പാടില്ല. കാരണം ഇതല്ല, വേറൊരു ഖണ്ഡിക തന്നിട്ട് അതിൽ നിന്നും ഒരു 4-5 ചോദ്യങ്ങൾ തന്ന് അത് എഴുതാൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സാധാരണ ഉണ്ടാകാറുള്ളൊരു മോഡൽ ചോദ്യമാണ്. അതുകൊണ്ട് തനിയെ മനസ്സിലാക്കി പറ്റുള്ളൂ. ഇവിടെ ഞാൻ യാതൊരു തരത്തിലും സഹായിക്കത്തില്ല. ഞാൻ പറഞ്ഞതുപോലെ 3-4 പ്രാവശ്യം ആദ്യം കവിത വായിക്കുക. 5-ാമത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ച് ഓരോ വരിയിലും വിരലോടിച്ച് വായിക്കുക. 6-ാമത്തെ പ്രാവശ്യം തന്നിരിക്കുന്ന ചോദ്യം വായിച്ചതിന് ശേഷം മാത്രം കവിത വായിക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. 2-ാമത്തെ പ്രവർത്തനം അർത്ഥം കണ്ടെത്താം. അർത്ഥസൂചിക നോക്കി പദങ്ങളുടെ അർത്ഥം കണ്ടെത്താൻ. അർത്ഥസൂചിക ഈ അടുത്ത പാഠവും കൂടെ കഴിയുമ്പോൾ അവസാനം തന്നിട്ടുണ്ട്. പക്ഷേ ഇതിലെ പുതിയ പദങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പുതിയ പദങ്ങൾ എന്ന തലക്കെട്ടോടുകൂടി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം എടുത്തു പറയാനുണ്ട്. കലോല്ലാസത്തളം വെൽവൂ കേരളം ഭൂരിമംഗളം. കലോല്ലാസത്തളം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കല ഉല്ലസിക്കുന്ന തളം. അതായത് കേരളത്തിൽ കലയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കലകളുടെ കേളി രംഗമാണ് കേരളം. അതുകൊണ്ട് കല ഉല്ലസിക്കുന്ന തളം ആണ് കലോല്ലാസത്തളം. പിരിച്ചെഴുതുക എന്നുള്ളതിൽ അവിടെ ഞാൻ കലോല്ലാസത്തളം പിരിച്ചെഴുതിയിട്ടുണ്ട്. കല അധികം ഉല്ലാസ അധികം തളം. 2-ാമത്തെ പ്രവർത്തനവും കഴിഞ്ഞു. 3-ാമത്തെ പ്രവർത്തനം സമാനാർത്ഥമുള്ള പദങ്ങൾ കണ്ടെത്തി എഴുതാൻ. അതായത് പര്യായ പദങ്ങൾ കണ്ടെത്തി എഴുതാനാണ്. ഈ 3 വാക്കുകളും കഴിഞ്ഞ ക്ലാസ്സിൽ തന്നതാണ്. എന്നാൽ ഇവിടെ ഒന്നുകൂടി പറയുന്നുണ്ട്. 6 പുഴ, നദി, സരിത്ത്. കാട്, വനം, കാനനം, വിപിനം, അടവി. വൃക്ഷം, മരം, ശാഖി, തരു, വിടവി. ഇത് 3ഉം നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നോട്ടായിട്ട് തന്നതാണ്. അതുകൊണ്ട് വീണ്ടും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ പറഞ്ഞു എന്ന് മാത്രം. 4-ാമത്തെ പ്രവർത്തനം താഴെ കൊടുത്തിരിക്കുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വരികൾ കണ്ടെത്തുക. ആദ്യത്തെ പറഞ്ഞിരിക്കുന്ന ആശയം, കേരളത്തിലെ കാടുകളിൽ വിവിധ ഇനം മൃഗങ്ങൾ വിഹരിക്കുന്നുണ്ട്. ഈ ഏതെല്ലാം മൃഗങ്ങളെക്കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത് നോക്കി. ഏത് വരികളിലാണ് ഈ മൃഗങ്ങളുടെ ഒരു ഉപമ കാണുന്നത്? ഏത് വരികളിലാണ്? ആന, മാൻ, പന്നി, പുലികൾ, പോത്തും മേളിച്ച കാടുകൾ. ഇവിടെയാണ് കാടുകളിൽ വിവിധയിനം മൃഗങ്ങൾ വിഹരിക്കുന്നുണ്ട് എന്ന് പറയുന്ന വരികൾ. അടുത്തത്, പൊയ്കകളിൽ ആമ്പലും താമരയും തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ആമ്പലിനെയും താമരയെയും കുറിച്ച് പ്രതിപാദിക്കുന്ന വരികൾ ഏതൊക്കെയാണ്? ആമ്പലും നെയ്തൽ രണ്ടാരുമിട തിങ്ങിയ പൊയ്കകൾ. 3-ാമത്തേത്, ഫലഭൂയിഷ്ടമായ വയലുകൾ കേരളത്തിലുണ്ട്. കേരളത്തിലെ വയലുകളെക്കുറിച്ച് പറയുന്നത് എന്താണ്? വയൽ എന്ന വാക്ക് വരുന്ന മറ്റൊരു വാക്ക് ഈ കവിതയിൽ പറയുന്നുണ്ട്. അതായത് പശ്ചിമപ്പെട്ട
പാടങ്ങൾ എന്ന് പറയുന്നുണ്ട്. പശ്ചിമപ്പെട്ട പാടങ്ങൾ, പശുമേയും പറമ്പുകൾ. അതിൽ എവിടെയാണ് ഈ വയലുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? പാടങ്ങൾ എന്നത്, അതായത് പശ്ചിമപ്പെട്ട പാടങ്ങൾ എന്നാണ് പറയുന്നത്. അടുത്ത പ്രവർത്തനം പ്രയോഗഭംഗി വിശദമാക്കാം. അതുമുതൽ വളരെ ശ്രദ്ധിക്കുക. മഹാഭാരത ഭൂവിൻ്റെ മണിതങ്ക ചിലങ്ക, അതിലെ പ്രയോഗഭംഗി വിശദീകരിക്കുക. അതായത് നമ്മുടെ മലയാള നാട് ഏതാണ്? കേരളം. ഭാരതത്തിൻ്റെ കാലുകളിലെ ചിലങ്ക പോലെ ശോഭിക്കുന്നു എന്നാണ് കവി ഈ കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഭാരതത്തിൻ്റെ ഭൂപടത്തിൽ പാദഭാഗത്തായിട്ടാണ് കേരളത്തെ കാണിച്ചിരിക്കുന്നത്. പാദത്തിൽ അണിയുന്ന കാൽച്ചിലങ്ക എത്രത്തോളം മനോഹരമാണോ അത്രത്തോളം മനോഹരമാണ് ഭാരതഭൂവിൻ്റെ പാദത്തിൽ അലങ്കരിച്ചിരിക്കുന്ന നമ്മുടെ കൊച്ചു കേരളവും. അതാണ് അതിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നത്. അതായത് കേരളം എന്ന് പറഞ്ഞാൽ കലകളുടെ നാടാണ്. കലകളുടെ കേളികൊട്ടുകൾ ഉയരുന്ന കേരളത്തിൽ വൈവിധ്യമാർന്ന കലാരൂപങ്ങളുടെ ശബ്ദം ഇവിടെ മണിതങ്കച്ചിലങ്കയായി പറഞ്ഞിരിക്കുന്നു. ഒപ്പം ദൈവം കനിഞ്ഞു നൽകിയിരിക്കുന്ന പ്രകൃതി ഭംഗിയും എല്ലാം കൂടി ഒന്നിക്കുമ്പോൾ ഒരു മനോഹരമായ നൃത്തശില്പം ചിലങ്ക കെട്ടി നിൽക്കുന്നത് പോലെയാണ് ഭാരതഭൂവിൽ കേരളം. ആ ഭാരതഭൂവിൻ്റെ പാദഭാഗത്താണ് കേരളമെങ്കിലും പാദത്തിലെ ഏറ്റവും മനോഹരമായ ചിലങ്ക അണിയുന്ന പോലെയാണ് കേരളത്തിൻ്റെ നിൽപ്പ് എന്നാണ് കവി ഇതിൽ പറയുന്നത്. അതായത് കേരളത്തെ എത്രത്തോളം മനോഹരമായി വർണ്ണിക്കാമോ അത്രത്തോളം മനോഹാരിതയോടെ വർണ്ണിച്ചിരിക്കുകയാണ് കവി. അടുത്തത് വിചിത്ര പക്ഷിച്ചിറകിൻ മഴവില്ലാർന്ന ശാഖികൾ. വിചിത്ര പക്ഷികൾ എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് നാനാവർണ്ണത്തിലുള്ള, നാനാ നിറത്തിലുള്ള ചിറകോടുകൂടിയ പക്ഷികളെന്നാണ്. അതായത് നാനാവർണ്ണത്തിലുള്ള അല്ലെങ്കിൽ വിവിധ നിറത്തിലുള്ള ചിറകോടുകൂടിയ പക്ഷികൾ ചേക്കേറുന്ന മരങ്ങൾ എന്നാണ് ഇവിടെ ആ വരി കൊണ്ട് അർത്ഥമാക്കുന്നത്. മഴവില്ലിന് പല നിറമാണ്, അതായത് 7 നിറമാണ്. അപ്പോൾ വിവിധ നിറത്തിലുള്ള പക്ഷികൾ മരച്ചില്ലകളിൽ ചേക്കേറുമ്പോൾ പക്ഷികളുടെ ചിറകിൻ്റെ ഭംഗി മഴവില്ലുപോലെ തന്നെ മനോഹരമാണ് എന്നാണ് കവി നൽകുന്ന സൂചന. അതായത് ഈ വിവിധ വർണ്ണങ്ങളിലുള്ള ചിറകോടുകൂടിയ പക്ഷികൾ ചേക്കേറുമ്പോൾ ആ മരത്തിനും ഇതുപോലെ തന്നെ വിവിധ നിറങ്ങളോടുകൂടിയൊരു മഴവില്ല് പോലെ തോന്നും, അത്രയ്ക്ക് മനോഹരമായി ആ വൃക്ഷവും തോന്നും എന്നാണ് കവി പറയുന്നത്. വൃക്ഷത്തിൻ്റെ ഭംഗിയും വിവിധ നിറത്തിലുള്ള പക്ഷികളുടെ ഭംഗിയും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു മഴവില്ല് പോലെ തോന്നും എന്നാണ് പറയുന്നത്. മഹാഭാരതത്തിൻ്റെ പാദഭാഗത്താണ് കേരളം എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ഉറപ്പിക്കാൻ പോകുന്ന ചില വരികൾ കൂടെ ഉണ്ട് ഈ കവിതയിൽ തന്നെ. ഒന്ന് പറയാം. ഭാരത ക്ഷോണിതൻ പാദപീഠമീ പാരിടം പുരാ. അതുപോലെ ഹിമവാനെന്ന തനി വെൺപട്ടിൻ തലയിണയ്ക്കുമേൽ തലവച്ചു കിടന്നീടും ഋഷിനാടിൻ പദങ്ങളെ. ഈ മലയാളം എന്ന ഈ കവിതയിലെ തന്നെ വരികളാണിവ. ഭാരതഭൂവിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രത്തോളം മഹനീയമാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അടുത്ത പ്രവർത്തനം വളരെ പുതിയതാണ്. അതായത് നിങ്ങൾ പഠിച്ചൊരു പ്രവർത്തനവുമായി ബന്ധമുള്ള ഒരു പ്രവർത്തനം. വർണ്ണിച്ചെഴുതാം. കവിതയിലെ സൂചനകൾ വച്ചുകൊണ്ട് കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയെക്കുറിച്ച് വർണ്ണന തയ്യാറാക്കൂ. കേരളത്തിൻ്റെ ചെറിയ ചിത്രം, അതായത് കേരളത്തിലെ ഒരു ഭാഗത്തിൻ്റെ ചെറിയ ചിത്രം പുസ്തകത്തിൽ കാണിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊരു വർണ്ണന തയ്യാറാക്കാനാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് കവിതയിലെ സൂചന വച്ചുകൊണ്ട് തന്നെ എഴുതുന്ന ഒരു ആസ്വാദന കുറിപ്പാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
പക്ഷേ ഈ വർണ്ണന എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഒരു ആസ്വാദനക്കുറിപ്പ് മാത്രമല്ല. എന്താണ് വർണ്ണനയെന്ന് നോക്കാം. ആലങ്കാരികമായി വിവരിക്കുന്നത് തന്നെയാണ് വർണ്ണന. വളരെ ആലങ്കാരികമായിട്ട് വളരെ കാവ്യഭംഗിയൊക്കെ ചേർത്ത് വർണ്ണിക്കുക, അതാണ് വർണ്ണന. കാഴ്ചയും മറ്റനുഭവങ്ങളും വർണ്ണിക്കാം. കണ്ടതിൻ്റെയോ അനുഭവിച്ചതിൻ്റെയോ നേർക്കാഴ്ചകൾ ഇവിടെ തെളിഞ്ഞ് കാണണം. അതായത് നമ്മുടെ ദൃഷ്ടി കൊണ്ട് കണ്ട കാര്യങ്ങൾ വിവരിക്കുന്നത് പോലെ ആകണം, അല്ലെങ്കിൽ അനുഭവം, നമുക്ക് അവിടെ നിന്ന് കിട്ടിയ അനുഭവം വിവരിക്കുന്നത് പോലെ ആകാം. ആസ്വാദനക്കുറിപ്പാകുമ്പോൾ ഒരു കവിത വായിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ എത്രത്തോളം സ്വാധീനിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ വർണ്ണനയിൽ മനസ്സിനോടൊപ്പം കണ്ണിനെയും എത്രത്തോളം സ്വാധീനിച്ചു എന്നും ആ സ്വാധീനം നമുക്ക് എത്രത്തോളം അനുഭവപ്പെട്ടു എന്നും വിശദമാക്കണം. ഇവിടെ മലയാളം എന്ന കവിതയിൽ കേരളം എന്ന മലയാള നാടിനെ മഹാകവി വള്ളത്തോൾ വളരെ മനോഹരമായി തന്നെ വർണ്ണിച്ചിട്ടുണ്ട്. കവിതയിലെ ഓരോ വരികളും ആ മനോഹാരിതയെ സൂചിപ്പിക്കുന്നുമുണ്ട്. അത് നിങ്ങളുടെ മനസ്സിനെ എത്രത്തോളം സ്വാധീനിച്ചു എന്നെഴുതുന്നതോടൊപ്പം ആ നാടിനെ നേരിട്ടറിയാനും നമ്മുടെ നാടിൻ്റെ മനോഹാരിതയും പ്രകൃതി സൗന്ദര്യവും കാണാനും ആ മനോഹര ഭൂവിൻ്റെ ഓരോ ശ്വാസവും അനുഭവിച്ചറിയാനും നമുക്ക് കഴിയുന്നുണ്ടല്ലോ. അതുകൂടി വിശദമാക്കി വേണം വർണ്ണന തയ്യാറാക്കാൻ. ചില വരികളുടെ പ്രയോഗഭംഗിയെക്കുറിച്ച് നമ്മളിവിടെ കഴിഞ്ഞ പ്രവർത്തനത്തിൽ പഠിച്ചുവല്ലോ. ഇതെല്ലാം നമുക്ക് ആ വർണ്ണനയിൽ ഉൾപ്പെടുത്താം. കണ്ട് അനുഭവിച്ചറിഞ്ഞ ആസ്വദിച്ച കേരളത്തിനെക്കുറിച്ചുള്ള വർണ്ണനയാണ് ഇവിടെ വേണ്ടത്. ആസ്വാദനക്കുറിപ്പ് പോലെ തന്നെ അതിൻ്റെ ഒരു അടുത്ത തലമാണ് ഈ വർണ്ണന. ആസ്വാദനക്കുറിപ്പിൽ നമ്മളെ ആസ്വദിച്ച് നമ്മളെ മനസ്സിൽ തട്ടിയ കാര്യങ്ങൾ പറയുന്നു. പക്ഷേ ഇവിടെയാണെങ്കിൽ നമ്മൾ കണ്ടതും അനുഭവിച്ചതും കൂടി ഇതിനകത്ത് ചേർക്കുന്നു, കുറച്ചുകൂടി ചേർത്ത് എഴുതാൻ സാധിക്കുന്നു. ആ വർണ്ണന ഞാൻ നിങ്ങൾക്ക് നോട്ടായിട്ട് തന്നിട്ടുണ്ട്. തൽക്കാലം ഈ പാഠത്തിൻ്റെ വർണ്ണന അത് ഞാനൊന്ന് പറയാം. പ്രകൃതി കരിഞ്ഞു നൽകിയ സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് നമ്മുടെ കേരളം. കേരവൃക്ഷങ്ങളുടെ നാട്, പച്ചപ്പ് നിറഞ്ഞ നാട്, മലകൾ തിങ്ങി നിറഞ്ഞ മലനാട്, മലകൾക്കു പിന്നിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ ഒഴുകി നീങ്ങുന്ന മേഘങ്ങളും ആനയും മാനും പുലികളും പന്നികളും പോത്തുകളുമൊക്കെ വിഹരിക്കുന്ന കാടുകളും മൂളിപ്പാട്ടിൻ്റെ അലകളൊഴുക്കുന്ന പുഴകളും നെയ്യാമ്പലുകളും താമരയും വളർന്നു നിൽക്കുന്ന ചെറിയ തടാകങ്ങളും നാനാവർണ്ണങ്ങളുള്ള ചിറകുമായി മരച്ചില്ലകളിൽ ചേക്കേറുന്ന കിളികളും ആ കിളികളുടെ മനോഹാരിത കൊണ്ട് മനോഹരമായ വൃക്ഷങ്ങളും വൻമരങ്ങൾ നിറഞ്ഞ കാടുകളും കേരളത്തെ മനോഹരമാക്കുന്നു. പ്ലാവും മാവും പുളിയും വാഴയും വർദ്ധിച്ച തോപ്പുകൾ, അശോകം, ചെമ്പകം, പിച്ചി, മുല്ല തുടങ്ങിയ വാസനയാർന്ന പൂക്കൾ നിറഞ്ഞ പൂന്തോട്ടങ്ങൾ, കൃഷിയോഗ്യമായ പാടങ്ങൾ, സ്വർണ്ണ നിറത്തിലെ കതിരുകൾ നിറഞ്ഞ പാടങ്ങൾ, മേയുന്ന കാലികൾ, ഇളം കാറ്റിലുലയുന്ന കേരവൃക്ഷങ്ങൾ, ഇങ്ങനെ നയനമനോഹരമായ കാഴ്ചയാണ് കേരളത്തിൽ കാണാൻ കഴിയുക. കർണമനോഹരമായ സംഗീതത്താൽ നനുത്ത ഇളം കാറ്റിൻ്റെ തലോടലാൽ നമ്മെ ആനന്ദത്തിൽ ആറാടിക്കുന്ന കേരളത്തെ, നമ്മുടെ സ്വന്തം നാടിനെ എത്ര വർണ്ണിച്ചാലും തീരില്ല. കണ്ണിന് ആനന്ദവും മനസ്സിന് കുളിർമയും നൽകുന്ന നമ്മുടെ സ്വന്തം നാട് കേരളം. കലകളുടെയും പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും നിറകുടമായ നമ്മുടെ കേരളം പെറ്റമ്മയെപ്പോലെ സുന്ദരവും പ്രിയപ്പെട്ടവുമാണ്. ഇവിടെ കേരളത്തെക്കുറിച്ച് കവിതയിൽ കവി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വർണ്ണിച്ചു. ഒപ്പം നമ്മൾ സ്വന്തമായി കണ്ട് മനസ്സിലാക്കിയ കേരളം എന്താണ്,
കേരളത്തെക്കുറിച്ച് കേരളത്തിൽ എന്തെല്ലാം നമ്മൾ കണ്ട കാര്യങ്ങളെക്കുറിച്ച് കേരളത്തെ നമ്മളൊന്ന് വർണ്ണിച്ചിരിക്കുകയും കൂടി ചെയ്യുകയാണ്. ഇപ്പോഴാണ് ഒരു വർണ്ണന പൂർണ്ണമാകുന്നത്. ഇതുപോലെ വർണ്ണന നിങ്ങൾക്ക് അടുത്ത ഈ പാഠം കഴിയുമ്പോൾ, എല്ലാ പാഠവും പഠിച്ചു കഴിയുമ്പോൾ വർണ്ണന വേറെ മറ്റു പലതിനെക്കുറിച്ച് വർണ്ണന എഴുതാൻ തരാം. അപ്പോഴും നിങ്ങൾക്ക് നന്നായി മനസ്സിലാവും. അവസാനത്തെ പ്രവർത്തനം കേരളത്തെ കണ്ടെത്താം എന്ന് തന്നെയാണ്. അതായത് കേരളത്തെക്കുറിച്ച് ധാരാളം കവിതകളും ഗാനങ്ങളും ഒക്കെ നമ്മുടെ ഭാഷയിലുണ്ട്, മലയാള ഭാഷയിലുണ്ട്. അവയൊന്ന് കണ്ടെത്തണം. കണ്ടെത്തിയവയെ നിങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ പറയുന്നുണ്ട്. കണ്ടെത്തിയവ വേണമെങ്കിൽ ഗ്രൂപ്പിൽ അവതരിപ്പിക്കാം. എന്നിട്ട് ഈ എഴുതുന്ന കവിതകളെല്ലാം എൻ്റെ കവിതാ പുസ്തകത്തിലേക്ക് ചേർക്കുക. അതിന് 3-4 ഞാനിവിടെ തരുന്നുണ്ട്. പാരിനു പരിഭൂഷ ചാർത്തിടും ഭാരതത്തിൻ്റെ ചിത്രകം, കേരളം വിളങ്ങുന്നു കോമളം കേരവൃക്ഷക സങ്കുലം. പാലാ നാരായണൻ നായരുടെ കേരളം എന്ന കവിതയിൽ നിന്ന്. അതുപോലെ പൊന്നോണമാണിന്നീ കേരളത്തിൽ പുണ്യം പുലരുമീ ആരാമത്തിൽ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കേരള സംസ്കാരം എന്ന കവിതയിൽ നിന്നും. അടുത്തത് മലയും ആഴിയും രണ്ടുപുറവും കാത്തുകൊള്ളുമാ മലയാള നാടേ ദേവി മമ മാതാവേ, ജയിക്ക ജനനീ നിത്യം ജയിക്ക ജനനീ നിത്യം ജയിക്ക നീ സമ്പൽ സമൃദ്ധമായി. നമ്മൾ പഠിച്ചിട്ടുള്ളൊരു വേറൊരു കവിത എഴുതിയിട്ടുള്ള കവിയാണ് കുട്ടമത്ത് കുന്നിയൂർ കുഞ്ഞികൃഷ്ണക്കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ കേരളവിലാസം എന്ന കവിതയിൽ നിന്നും. അടുത്തത് ലോകമോഹന ആകൃതിയാൽ കേരളാംബ വാഴ്വു പച്ചപ്പട്ടുടുപ്പുടുത്ത് സ്വച്ഛഗാത്രി നിത്യം. സഹോദരൻ കെ അയ്യപ്പൻ്റെ കേരളാംബ എന്ന കവിതയിൽ നിന്നും. അടുത്തത് കേരളമേ 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 കേരനിരയെങ്ങും നിറയുന്നോരാരാമമേ, തത്തയുടെ ചുണ്ടിലലതുള്ളി പുരാണങ്ങൾ തത്തിയൊരു ദിവ്യമാം മലയാള നാടേ, മാവാണിമാർ മഹിതമരുളുന്ന നാടേ, മാമാങ്കമാടിയൊരു മലയാള നാടേ. കാവാലം നാരായണ പണിക്കരുടെ കേരളമേ എന്ന കവിതയിൽ നിന്നും. അത് നവസമൃദ്ധ കേരളം, നവവിബുദ്ധ കേരളം, വിഗജവീര കേരളം, വിദത വിശ്വകേരളം. പി കുഞ്ഞിരാമൻ നായരുടെ വീരകേരളം എന്ന കവിതയിൽ നിന്നും. ഇത്രയും കവിതകൾ, ഈ കേരളത്തെക്കുറിച്ചുള്ള കവിതകൾ എഴുതിയത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിലേതെങ്കിലും ഒരു കവിതയുടെ 2 വരികൾ തന്നിട്ട് ഇത് ആരെഴുതിയതാണെന്നോ എന്തിനെ കുറിക്കുന്ന കവിതകളാണെന്നോ ഒക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചുകൂടായികയില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ ഇത്രയും വിശദമായി പറയുന്നത്. ഇനി ലാസ്റ്റിൽ നിങ്ങൾക്കായിട്ടൊരു പ്രവർത്തനം തന്നിട്ടുണ്ട്. വരികൾ ചേർത്ത് കവിത പൂർത്തിയാക്കാം. കേരവൃക്ഷങ്ങൾ നിറഞ്ഞ നാട്, കളരിപ്പയറ്റ് പിറന്ന നാട്, പിന്നെ പൂരിപ്പിക്കാം. 2 വരി ഇതിനകത്ത് കാണിച്ചിട്ടുള്ളൂ എന്ന് കരുതി 2 വരി മാത്രമല്ല എഴുതേണ്ടത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഇനി എത്ര വരി പൂരിപ്പിക്കാമോ അത്രയും വരി നിങ്ങൾക്ക് പൂരിപ്പിക്കാം. കേരളത്തിൽ എന്തൊക്കെയുണ്ട്, നിങ്ങൾ എന്തൊക്കെ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ കളരിപ്പയറ്റുണ്ട്, ഇതുപോലെ എന്തെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ കേരവൃക്ഷങ്ങൾ നിറഞ്ഞ നാടാണ്, കളരിപ്പയറ്റ് പിറന്ന നാടാണ്, മാവേലിത്തമ്പുരാൻ വാണ നാടാണ്, മലയാള ഭാഷതൻ പുണ്യനാടാണ്. ഇനി കേരളത്തെ സംബന്ധിച്ച് നമുക്ക് പറയാൻ എന്തെല്ലാം കാരണങ്ങളുണ്ട്. പറഞ്ഞാലും തീരത്തില്ല, എഴുതിയാലും തീരാത്ത വരികൾ പറയാനുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള വരികൾ 2 വരികൾ കൊണ്ട് നിർത്തണ്ട. നിങ്ങൾക്കിഷ്ടമുള്ള വരികൾ എഴുതി തനിയെ ഒരു കവിത തയ്യാറാക്കി ആ കവിതയ്ക്കൊരു തലക്കെട്ടുമെല്ലാം കൊടുത്ത്, അതായത് പേരുമൊക്കെ കൊടുത്ത് തനിയെ ഒരു കവിത എഴുതി ഇടുക. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങൾ കൊണ്ട് മലയാളം എന്ന കവിതയുമായി ബന്ധപ്പെട്ട പാഠ്യപ്രവർത്തനങ്ങൾ ഇവിടെ തീരുകയാണ്. ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷന് മുമ്പുള്ള മലയാളത്തിൻ്റെ അവസാനത്തെ ഓൺലൈൻ ക്ലാസ്സാണ് ഇത്. അതുകൊണ്ട് വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഇതുവരെയുള്ള പാഠഭാഗങ്ങൾ നന്നായി പഠിച്ചിരിക്കണം. വെക്കേഷൻ കഴിഞ്ഞ് നമ്മൾ പുതിയ പാഠഭാഗവുമായിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. നന്നായിട്ട് മനസ്സിലായി കാണുമല്ലോ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കുകയേ വേണ്ട.